എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത് പകുതി പേരും രാത്രിയായിരിക്കും അല്ലേ? ഇപ്പോൾ നൈറ്റ് ടൈം ആണോ നിങ്ങൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് കുറച്ച് കുടവയറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ എങ്കിൽ ഈ ഫോൺ കാണുന്നതിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഒബീസിറ്റി ലെവൽ വരുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. രാത്രി നമ്മൾ ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യുന്നത് ബെഡിൽ കിടന്നുകൊണ്ട് കേട്ടോ, ലൈറ്റിൽ യൂസ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ കിടക്കാനായിട്ട് പോയതിന് ശേഷം നമ്മൾ ഒരുപാട് ടൈം ഫോൺ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ വെയിറ്റ് ഗെയിനോ റീസൺ ആവും. ഓക്കെ, ഇത് നിങ്ങളുടെ അപ്പറ്റൈറ്റ് കൂടാനായിട്ട് റീസൺ ആവും. ഓക്കെ, മീൻസ് നിങ്ങൾക്ക് വിശപ്പ് ഒരിക്കലും കൺട്രോൾ ആവില്ല. നിങ്ങൾക്ക് ഡേ ടൈമിൽ ചിലർ പറയാറുണ്ട് വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുമ്പോൾ ക്രേവിങ്സ് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്വീറ്റിനോട് ക്രേവിങ്, സ്പൈസിനോട് ക്രേവിങ്, അല്ലെങ്കിൽ എത്ര ഫുഡ് കഴിച്ചിട്ടും വിശപ്പ് തീരുന്നില്ല, ഇനി ഫുഡ് വേണമെന്നൊരു തോന്നൽ. ഇതെല്ലാം നിങ്ങളുടെ സ്ലീപ്പ് പ്രോപ്പർ ആവാത്തോണ്ടാണ്. ഓക്കെ, സോ നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ വെരി ഇമ്പോർട്ടൻറ്റ്, മീൻസ് ഒരു വലിയ ഒരു കീ പോയിന്റ് തന്നെയാണ് നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ബാക്കി എല്ലാം നോക്കുവാണ്, നമ്മൾ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഭയങ്കര നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉറക്കം ഭയങ്കര പൂറാണെങ്കിൽ ഇതൊന്നും തന്നെ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആവില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോൺ നോക്കുന്നതിലൂടെ നമുക്ക് വയറ് ചാടുന്നത്? ഓക്കെ, ഇനി എങ്ങനെ നമുക്കിത് ഒഴിവാക്കിക്കൊണ്ട് ഫാറ്റ് ബേൺ ചെയ്യാം? ഓക്കെ, സോ റിയാലിറ്റി ആണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടും നമ്മുടെ കൊഴുപ്പ് അലിയിച്ച് കളയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്യുകയാണ് കേട്ടോ, മീൻസ് ഡാർക്ക് ലൈറ്റിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ബ്ലൂ ലൈറ്റ് ആണ് നിങ്ങളുടെ കണ്ണിൽ എന്ത് ചെയ്യുന്നു ഒന്ന് അടിക്കുന്നത്. നമ്മുടെ ഉറക്കത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്, ന്യൂറോൺ ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കണ്ണിൽ ബ്ലൂ ലൈറ്റ് ഒരുപാട് അടിക്കുമ്പോഴത്തേക്ക് ഈ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും, അത് റെഡ്യൂസ് ആവും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം പോവും. നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ് ഫോൺ നോക്കുകയാണെന്ന് വിചാരിക്കാം, നെക്സ്റ്റ് ഒരു 1 hour നമ്മളെ ഡീപ്പ് സ്ലീപ്പ് എന്ത് ചെയ്യും, അവിടെ ഇല്ലാണ്ടാവും. ഇതാണ് നടക്കുന്നത്. ഇനി നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റെഡ് ലൈറ്റ് ആയിട്ട് നമ്മുടെ സ്ക്രീനിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നോർമൽ ലൈറ്റിന് മാറ്റിയിട്ട് സ്ക്രീൻ റെഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും ഫോൺ മാറ്റി വയ്ക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്കൊരു 7 to 8 hours നമുക്ക് ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടുള്ളൂ. നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോവില്ല അല്ലേ? കിടന്നൊരു 1-2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗാഢനിദ്രയിലോട്ട് പോവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ മെക്കാനിസവും നല്ല പ്രോപ്പറായിട്ട് നടക്കുന്നത്, നമ്മൾ ബോഡിക്ക് റിന്യൂ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുന്നത്. ഓക്കെ, സോ ന്യൂറോൺസ് എല്ലാം ഭയങ്കര കാം ആയിരിക്കും. സോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഡയറ്റ് ആയാലും വർക്കൗട്ട് ആയാലും മെഡിസിൻസ് ആയാലും വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആയാലും എല്ലാം നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി മിഡ് മോർണിംഗ്സ് അല്ല മിഡ് നൈറ്റ്സിൽ എഴുന്നേൽക്കുന്നത്, ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ എഴുന്നേൽക്കുന്നവരുണ്ട്. ഇനി മദേഴ്സിൻ്റെ അടുത്താണെങ്കിൽ കുഞ്ഞ് കരഞ്ഞിട്ട് എഴുന്ന ആൾക്കാരുണ്ടാവും, ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ, ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരും നമ്മൾ പറയണമല്ലോ. അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് അങ്ങനെ ചിലപ്പോൾ എഴുതിക്കുന്ന, അങ്ങനെ പല ആൾക്കാരുണ്ടാവും നമ്മൾ സ്ലീപ്പ് ബ്രേക്ക് ചെയ്തിട്ട് എഴുതിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എണീക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉടനെ പോയി ഫോൺ നോക്കരുത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ യൂറിനേറ്റ് ചെയ്യാൻ എഴുതുന്ന എല്ലാവരും ചെയ്യുന്നതാണ്, പോയി വന്നിട്ട് ഉടനെ ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് ഒന്നിൽ ടൈം നോക്കും, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ ലൈറ്റ് വന്ന് നമ്മളെ കണ്ടിലടിക്കും, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെയാണ് ഉറക്കം, വീണ്ടും നമ്മൾ 1 മണിക്കൂർ വീണ്ടും നമുക്ക് പോവുകയാണ് നമ്മുടെ സ്ലീപ്പിൽ നിന്ന്, അത്രയും അവറിൽ നിന്ന്. ചിലപ്പോൾ നമ്മൾ കിടക്കുമായിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്, പക്ഷെ വീണ്ടും ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാൻ വീണ്ടും ടൈം എടുക്കും. ഓക്കെ, സോ സ്ലീപ്പ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത് നല്ല പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യുവാണെങ്കിൽ ഫാറ്റ് ബേണിങ്ങിന് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഏകദേശം ഒരു 1 pound ഫാറ്റ് നമുക്ക് നല്ല രീതിയിൽ ബേൺ ചെയ്യാൻ പറ്റും കേട്ടോ. മീൻസ് എങ്ങനെയാണ്, നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു സ്ലീപ്പ് എടുക്കുവാണെങ്കിൽ. സോ ഇനി മുതൽ ഉറക്കം ശരിയാത്തവർ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി ഒരു പോയിന്റ് കൂടെ പറയുകയാണ്, നമ്മൾ കിടക്കുന്ന ടൈമിൽ നമ്മുടെ റൂമെല്ലാം നല്ല രീതിയിൽ നല്ല ഇരുട്ട്, ആ ഒരു ഒരു തീം തന്നെ നമുക്ക് വേണം. LED ലൈറ്റുകളോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോക്കറ്റിലൊക്കെ നമ്മൾ ചെറിയതായിട്ട് വയ്ക്കുമല്ലോ, അതെല്ലാം മാറ്റുക. മൊത്തത്തിൽ ലൈറ്റ് എല്ലാം മാറ്റിയിട്ട് നല്ല, പിന്നെ കുഞ്ഞു ബേബീസൊക്കെ ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വളരെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 6-7 മാസം ആ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും ഒരു ഡിം ലൈറ്റ് എപ്പോഴും നമ്മൾ അവിടെ ഇട്ടേക്കണം റൂമിൽ. കാര്യം അറിയാമല്ലോ, കുഞ്ഞിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കാറ്റഗറി അല്ല ഞാൻ പറയുന്നത്, ബാക്കി എല്ലാവരും തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇരുട്ട് ആവില്ല. കാര്യം അത് നമ്മുടെ നല്ലൊരു ഗാഢനിദ്ര കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. അടുത്ത ഏതെങ്കിലും നിങ്ങൾക്ക് കണ്ടന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.